മക്കളെ, നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. വരകൾ രൂപങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താടാ? വരകൾ രൂപങ്ങൾ, ലൈൻസ് ആൻഡ് ഷേപ്സ്. ലൈൻസ് ആൻഡ് ഷേപ്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഈസി ആയിരിക്കും. സാർ ഒന്നുകൂടെ പറഞ്ഞു തരുന്നുണ്ട്, എൻ്റെ കൂടെ പഠിക്കണേടാ. ഇനി നോക്കിക്കോ, സാറ് ഒരു കാര്യം പറയാം, സ്ക്വയേഴ്സിനെ പറ്റി, സമചതുരങ്ങളെ പറ്റി. സമചതുരത്തിൻ്റെ ഇംഗ്ലീഷ് ആണല്ലേ സ്ക്വയർ എന്ന് പറയുന്നത്. ചതുരവും സമചതുരവും തമ്മിലുള്ള വ്യത്യാസം എന്താടാ? സമചതുരത്തിന്, സ്ക്വയറിന് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും അല്ലേ? സ്ക്വയറിന് എന്തായിരിക്കടാ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലേ? ശരിയല്ലേടാ? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? എല്ലാ വശവും തുല്യമായിരിക്കും. എല്ലാ വശവും എന്തായിരിക്കടാ? തുല്യമായിരിക്കും. ശരിയല്ലേടാ? എല്ലാ വശവും എന്തായിരിക്കടാ? തുല്യമായിരിക്കും. എല്ലാ വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇപ്പോൾ ഒരു വശം 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ച ഒരു സമചതുരത്തിൻ്റെ, അങ്ങനെയാണെങ്കിൽ ബാക്കി 3 വശങ്ങളും എത്ര തന്നെയായിരിക്കടാ? 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ശരിയല്ലേ? ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ബാക്കി എല്ലാ സൈഡുകളും എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ശരിയല്ലേ? യെസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്നല്ലേടാ ചോദ്യം. സമചതുരം ഏതാ? ഇതൊരു സമചതുരമല്ലേടാ? യെസ്. അപ്പോൾ 1, 2. ശരിയല്ലേ? എല്ലാ സൈഡും ഇതിന് ഈക്വൽ അല്ലേ? എല്ലാ വശങ്ങളും ഈ രണ്ടാൾക്കാർക്കും രണ്ടാൾക്കാരുടെയും എന്താടാ വശങ്ങൾ സെയിം അല്ലേ? നോക്കടാ, വശങ്ങൾ സെയിം അല്ലേ? സൈഡ് ഈക്വൽ അല്ലേ? ഇവിടെ ഇതേ ലെങ്ത് തന്നെ അല്ലടാ ഇവിടെയും അല്ലേ? ഇതേ ലെങ്ത് തന്നെ അല്ലേ ഇവിടെയും? ഇതേ ലെങ്ത് തന്നെ അല്ലേ ഇവിടെ? അപ്പോൾ അത് 1, ഇത് 2. പക്ഷെ ഇത് നോക്കടാ, ഇയാൾ നോക്ക്, ഇയാൾ എന്തല്ല? ഇയാള് സമചതുരമല്ല, ഇയാൾ എന്താടാ? ഇയാൾ സ്ക്വയർ അല്ല, ഇയാൾ എന്താണ്? ചതുരമാണ്. ഇയാൾ എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. മാറിപ്പോവില്ലല്ലോ അല്ലേ? ഇയാൾക്ക് നീളവും വീതിയും ഉണ്ടായിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. നോക്കടാ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡല്ലേ ഇത്? എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഇതിൻ്റെ എതിർവശമല്ലേ ഇത്? അത് തുല്യമായിരിക്കും അല്ലേ? അതുപോലെ ഇത് നോക്കടാ, ഇതിൻ്റെ എതിർവശമല്ലടാ ഇത് അല്ലേ? അപ്പം അതും തുല്യമായിരിക്കും. ചതുരത്തിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? എതിർവശങ്ങൾ തുല്യമായിരിക്കും. നീളവും വീതിയും ഉണ്ടായിരിക്കും. എന്താ ഉണ്ടാവുക? ലെങ്ത്തും ബ്രെഡ്ത്തും ഉണ്ടാവും അല്ലേ? സാർ ഒന്നുകൂടെ പറയുന്നുണ്ട്, സമചതുരം എന്ന് പറഞ്ഞാൽ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും തുല്യമായിരിക്കും. 4 സൈഡ്സ് ആർ ഈക്വൽ. ഇപ്പോൾ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, ഒരു വശം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡും 5 തന്നെയായിരിക്കും. ശരിയല്ലേടാ? ചതുരത്തിനാണെങ്കിലോടാ, ചതുരത്തിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താടാ? അതിന് നീളവും വീതിയും ഉണ്ടായിരിക്കും. ശരിയല്ലേടാ? ശരിയല്ലേ? യെസ്. നോക്കിക്കോടാ, ഇത് നമ്മൾ പഠിച്ചു അല്ലേ? 4 വശങ്ങൾക്കും ഒരേ നീളമുള്ള ചതുരമാണ് എന്ത് അല്ലേ? ഒരു റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുക? സമചതുരം എന്ന് പറയും സാറേ. ശരിയല്ലേ? സമചതുരം എന്ന് പറയും, സ്ക്വയർ എന്ന് പറയും അല്ലേ? സ്ക്വയർ, ഇവിടെ സ്ക്വയർ കൊടുത്തിട്ടുണ്ടല്ലേ? യെസ്. ഓക്കേടാ. അടുത്തത്, ഈ ആകൃതിക്ക് പറയുന്ന പേരെന്താ? ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാടാ? വൃത്തസ്തൂപിക എന്നാണ്. മലയാളത്തിൽ എന്താടാ പറയുക? വൃത്തസ്തൂപിക എന്ന് പറയും കേട്ടോ. വൃത്തസ്തൂപിക എന്ന് പറയും. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ കോൺ എന്ന് പറയും. ശരിയല്ലേടാ? എടാ, നിങ്ങൾ കോൺ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടില്ലേടാ? അപ്പോൾ ഇതിൻ്റെ ആകൃതി എന്താ? കോണ്. ഇംഗ്ലീഷിൽ നമ്മൾ കോൺ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ അതിന് എന്താടാ പറയുക? അതിൻ്റെ കൂടെ പറഞ്ഞേ, വൃത്തസ്തൂപിക. എന്താ പറയുക? വൃത്തസ്തൂപിക എന്ന് പറയും അല്ലേ? ഇനി അടുത്ത് നോക്കടാ, ഗോളാകൃതി അല്ലേ? ഗോളാകൃതി നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. പന്ത്, അതുപോലെ നമ്മുടെ ഭൂമിൻ്റെ ആകൃതിയൊക്കെ എന്താടാ? ഗോളാകൃതിയിലല്ലേ? ഗോളാകൃതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് എന്നാ പറയുക. എന്താ പറയുക ഇംഗ്ലീഷിൽ? സ്ഫെറിക്കൽ ഒബ്ജക്റ്റ്. മലയാളത്തിൽ എന്താ പറയുക? ഗോളാകൃതി. എന്താ സാറേ ഗോളാകൃതി? പന്തിൻ്റെ ആകൃതി ഇല്ലടാ. പന്തില്ലടാ. നിങ്ങൾ പന്ത് കളിക്കില്ലേ? പന്തിൻ്റെ ആകൃതിയില്ലേ? ബോളിൻ്റെ ആകൃതിയാണ് എന്താടാ? സ്ഫെറിക്കൽ. ഗോളാകൃതി എന്ന് പറയുന്നത് എന്താടാ? എന്തിൻ്റെ ആകൃതിയാണ് അല്ലേ? പന്തിൻ്റെ ആകൃതിയിൽ വരുന്നതാണ് ഗോളാകൃതി. സ്ഫെറിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവിൻ്റെ പേരെഴുതാൻ പറഞ്ഞു. ഇഷ്ടം പോലെ എഴുതിക്കൂടെടാ? പന്ത്, ബോള് അല്ലേ? പന്ത്, ബോള്, അതുപോലെ എർത്ത്, ഭൂമിൻ്റെ ആകൃതി അല്ലേ? നമ്മുടെ ഭൂമിൻ്റെ ആകൃതി എന്താണ്? ഗോളാകൃതി അല്ലേടാ? യെസ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത് നോക്കടാ, ഒരു ചോദ്യം നോക്കിക്കോ മക്കളെ. നോക്കിക്കോ 6 മീറ്റർ 7 മീറ്റർ എന്നീ വശങ്ങളുള്ള ചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടുന്നതിന് വേണ്ട കമ്പിയുടെ നീളം എത്ര? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി വയറിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ലെങ്ത് എത്രയാ? 7 മീറ്റർ. ബ്രെഡ്ത്ത് എത്രയാടാ? 6 മീറ്റർ. അപ്പോൾ സാർ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ടേ,
ഇത് ലെങ്ത് ഇവിടെ തന്നിട്ടുള്ളത് എത്രയാടാ 7 മീറ്റർ. ഇത് എത്രയാ 6 മീറ്റർ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതന്നെയല്ലേ ഈ സൈഡ് എന്നല്ലേ ഇത്. അപ്പോൾ ഇത് വീണ്ടും 7 മീറ്റർ അല്ലേ. ഇത് എത്രയാ 6 മീറ്റർ. ശരിയല്ലേടാ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ. വേലി കെട്ടുക എന്ന് പറഞ്ഞാൽ ചുറ്റും കെട്ടുന്നതിനെയല്ലേ നമ്മൾ വേലി എന്ന് പറയുക. അപ്പോൾ ചുറ്റളവ് എടുത്താൽ പോരെ. അപ്പം എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ മക്കളെ. 6 + 7 + 6 + 7 6 + 7 ശരിയല്ലേ. എല്ലാം കൂടെ കൂട്ടി എത്ര കിട്ടൂടാ? എത്ര കിട്ടും? എല്ലാം കൂടെ കൂട്ടിയാൽ പോരേടാ. എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 12ഉം 14ഉം എല്ലാം നിങ്ങൾക്ക് കൂട്ടാനറിയാലോ അല്ലേ. എത്ര കൂട്ടി എത്രയുടെ കിട്ടുക? 12 + 14 എന്ന് പറയുമ്പം എല്ലാം കൂടെ കൂട്ടിയാൽ മതി കേട്ടോ മക്കളെ. 26 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പം 26 മീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടാ. ഒന്നുകൂടെ പറയണ്ടല്ലോ സാറ്. എല്ലാം കൂടെ കൂട്ടിയാൽ മതിയടാ. എല്ലാ വശങ്ങളുടെ അളവും കൂടെ കൂട്ടിയാൽ മതി കേട്ടോ. സിമ്പിളാണ്, കിട്ടും. അടുത്തത് വശങ്ങളില്ലാത്ത ജാമിതീയ രൂപം. എ ജോമെട്രിക് ഫിഗർ വിത്തൗട്ട് സൈഡ്. ഇതിന് സൈഡില്ലേടാ. ഇതിന് 4 സൈഡില്ലേ. ഇത് നോക്ക് 1 2 3 4 5 6. ഇതിന് 6 വശങ്ങളില്ലേ. ഇത് ത്രികോണം അല്ലേ. ഈ ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട് അല്ലേ. ഇയാൾക്ക് 1 2 3 4 5 6 7 8 9 10 എത്ര വശങ്ങളുണ്ട്? ഇയാൾക്ക് 4 സൈഡില്ലേ. ഇത് ചതുരം അല്ലേ. ഈ വൃത്തത്തിനല്ലേ. ആർക്കാ ഇല്ലാത്തത്? വൃത്തം. വശങ്ങളില്ലാത്ത ജാമിതീയ രൂപം ഏതാടാ? വൃത്തം അഥവാ സർക്കിളാണ് അല്ലേ. സർക്കിളിന് എന്തില്ലടാ? കറക്റ്റ് ജോമെട്രിക് ഫിഗർ ഇല്ല. സൈഡില്ല അല്ലേ. അതിന് സൈഡില്ലല്ലോ. ഇല്ല. ഇനി നോക്കിക്കോടാ. താഴെ തന്നിരിക്കുന്നവയിൽ ചതുരം വരയ്ക്കാൻ കഴിയാത്ത കൂട്ടം ഏത്? ചതുരം വരയ്ക്കാൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഴിയാത്തത് ഏതാണെന്നാണ് ചോദ്യം. ചതുരം വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. രണ്ടെണ്ണം വെച്ച് ഈക്വൽ ആവണം, തുല്യമാവണം. ശരിയല്ലേടാ. ഇവിടെ നോക്ക്, പറ്റാത്തത് ഏതെന്നല്ലേ. ഇവിടെ നോക്കടാ, 5 5 ഉണ്ട്. അപ്പം 5 5 വരയ്ക്കാം. 12 12. ശരിയല്ലേടാ. ഇവിടെ 6 6 വരയ്ക്കാം. 9 9 വരയ്ക്കാം. ശരിയാ. ഇവിടെ 4 7 5 9 ആണ്. ഇവിടെ 4 വ്യത്യസ്ത അളവുകളല്ലേടാ. ചതുരത്തിന് അങ്ങനെ പാടുണ്ടോ? ഇല്ല. ഒരു നീളം ഒരു വീതി, 2 നീളം ഉണ്ടാവും അല്ലേ. 2 നീളങ്ങൾ തുല്യമായിരിക്കും, വീതിയും തുല്യമായിരിക്കും. ശരിയല്ലേടാ. യെസ്. ഇവിടെ 10 10 6 6. അപ്പം ഇതല്ലേടാ പറ്റാത്തത്. സി അല്ലേടാ പറ്റാത്തത്. ശരിയല്ലേ. യെസ്. നോക്കിക്കോട്ടോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ചതുരത്തിന് ശരി അടയാളം കൊടുക്കുക. സമചതുരത്തിന് ചുവപ്പ് നിറം കൊടുക്കുക. സാർക്കിപ്പോൾ സമചതുരത്തിന് സാറ് ചുവപ്പ് നിറം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതല്ലേ സമചതുരം? യെസ്, ഇതാണല്ലോ സാറേ സമചതുരം. അപ്പോൾ ഇനി നമ്മളെ ത്രികോണം നോക്കിയാലോടാ. ട്രയാങ്കിൾ. ഇതല്ലേടാ ട്രയാങ്കിൾ. ഇതല്ലേ ത്രികോണം. ത്രികോണത്തിന് ഞാൻ നീല കളർ കൊടുത്തു. യെസ്, സാറ് നീല കളർ കൊടുത്തു കേട്ടോ. ത്രികോണം ട്രയാങ്കിളിന് നീല കളർ കൊടുത്തു. ഇനി നോക്കടാ, ചതുരത്തിന് ശരി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ ചതുരം? യെസ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഹോംവർക്കാണ് കേട്ടോ മക്കളെ. ഇത് ഹോംവർക്കാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയടാ, മനു ആശംസ കാർഡ് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ചുറ്റളവ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. വളരെ സിമ്പിൾ അല്ലേടാ. നോക്കടാ, താഴെ തന്നിരിക്കുന്നവയിൽ ചില രൂപങ്ങളുടെ വശത്തിൻ്റെ അളവാണ്. ചതുരം വരയ്ക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു എന്താണ്, 2 അളവുകൾ തുല്യമായിരിക്കണം. 2 അളവുകൾ. ഇപ്പോൾ നോക്കടാ, അവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്ക്, 5 8 6 7. തെറ്റല്ലേടാ. അവിടെ നോക്ക്, 5 6 7 9. ഇത് 4 അളവല്ലേ, അങ്ങനെ വരാൻ പാടില്ലല്ലോ. പക്ഷെ സി നോക്കടാ, 5 5 8 8. കണ്ടോ? 5 5 അതാണ് വീതി. ചെറിയ നീളം അല്ലേ വീതി ഉണ്ട്. നീളം എത്രയാ? 8 8. ശരിയല്ലേടാ. യെസ്, അപ്പം അത് മനസ്സിലാക്കണം കേട്ടോ. ഇനി താഴെ തന്നിരിക്കുന്ന അളവുകളിൽ സമചതുരം വരയ്ക്കാൻ കഴിയാത്തത്. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 4 സൈഡും ഈക്വൽ ആയിരിക്കണം. 4 വശങ്ങളും തുല്യമായിരിക്കണം. ശരിയല്ലേ? വരയ്ക്കാൻ കഴിയാത്തതല്ലേ ചോദിച്ചത്. ഇത് വരക്കാൻ പറ്റൂലേ? വശത്തിൻ്റെ നീളം 8 വീതം. ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 8 സെൻറ്റിമീറ്റർ. അത് ശരിയാ. 5 5 5 ഇത് 5 5.55. ഇത് 5.5 ആണേ. ഇത് എല്ലാ വശങ്ങളും എന്തല്ല? തുല്യമല്ല കേട്ടോ. എല്ലാ വശങ്ങളും എന്തല്ലടാ? തുല്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. യെസ്, അപ്പോൾ എല്ലാ വശങ്ങളും തുല്യമല്ല. യെസ്, അപ്പോൾ നോക്കടാ, എടാ ഇത് കോമയാണ് കേട്ടോ. ഇത് കോമയാണ്. 5.5 അല്ല കേട്ടോ. 5,5,5 ആണ് കേട്ടോ. എല്ലാ സൈഡും എന്താടാ? 5 അല്ലേ. അപ്പോൾ ഇത് വരക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മാറിപ്പോയതാണ്, സാർക്ക് മാറിപ്പോയതാണ്. ഇവിടെ 5.5 അല്ല, ഇത് കോമയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കോടാ, ഇത് 5,5,5, അപ്പോൾ 4 സൈഡും 5 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് വരക്കാൻ പറ്റുമല്ലോ. ശരിയല്ലേ? 4 വശവും 6 വീതം. അതും ശരിയല്ലേടാ. ഓൾ 4 സൈഡ്സ് 6. എല്ലാ സൈഡും 6 വീതം വരച്ചാലും നമുക്ക് സ്ക്വയർ സമചതുരം കിട്ടും. പക്ഷേ ഇത് നോക്കടാ, ഇത് ചതുരമല്ലേ കിട്ടുക. ഡി ഓപ്ഷൻ നോക്ക്. നീളവും വീതിയും അല്ലേ തന്നിരിക്കുന്നത്. 2 നീളം 2 വീതി അല്ലേ. 2 നീളം 2 വീതി. അപ്പോൾ അത് നമുക്ക് ചതുരമാണ് കിട്ടുക. അപ്പോൾ ഡി ആണ് എന്ത്? നമുക്ക് സ്ക്വയർ വരക്കാൻ പറ്റാത്തത് കേട്ടോ. ഇനി ഷേപ്പ് ആകൃതി നോക്കടാ.
നോക്കിക്കോളൂ കേട്ടോ. നോക്കടാ, ഇത് റെക്റ്റാങ്കിൾ, ഇതെന്താണ് ചതുരം, ഇത് ചതുരം, ഇത് എന്താണ് സമചതുരം, സ്ക്വയർ എന്ന് പറയും. ഇതെന്താ 3 വശങ്ങൾ വരുന്ന എന്താടാ ത്രികോണം ട്രയാങ്കിൾ അല്ലേടാ. ഇത് സർക്കിള്, വൃത്തം എന്ന് പറയും. ഇതെന്താണ് സർക്കുലാർ കോളം, വൃത്തസ്തൂപിക എന്ന് പറയാം കേട്ടോ, അല്ലെങ്കിൽ കോൺ എന്ന് പറയാം. അടുത്തത് ചതുരക്കട്ട ക്യൂബോയിഡ്, ഇതിനെന്താടാ പറയാ ചതുരക്കട്ട ക്യൂബോയിഡ്. അടുത്തത് ഇങ്ങനെ വരയ്ക്കുന്ന എന്താടാ സ്ഫിയർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നാണയം എന്താണെന്നറിയോ? നാണയം നമ്മളെ കോയിനില്ലേ, കോയിന് സർക്കിളിന്റെ ആകൃതിയാണ്, വൃത്തത്തിന്റെ ആകൃതിയാണ്. പക്ഷെ ഗോളം സ്ഫിയർ എന്ന് പറയുന്നത് ഏത് ആകൃതിയാണെന്ന് പറയുക? പന്തിന്റെ ആകൃതിയാണ് കേട്ടോ. ഒരു ത്രികോണത്തിന് എത്ര കോണുകൾ ഉണ്ടടാ? എത്ര കോണുണ്ട്? ഹൗ മെനി കോൺസ് ഡസ് എ ട്രയാങ്കിൾ ഹാവ്? ഒരു ട്രയാങ്കിളിൽ എത്ര കോണുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. നോക്കടാ മക്കളെ, ഇത് 1 കോണ്, ഇത് 2 കോണ്, ഇത് 3 കോണ്. എത്ര കോണപ്പള്ളേ മക്കളെ? എത്ര കോണപ്പള്ളേ? പറ എത്ര കോണുണ്ട്? 3 കോണ്. ഇനി വേറൊരു ചോദ്യം സാറ് ചോദിക്കട്ടെ. അപ്പൊ ട്രയാങ്കിളിന് 3 കോണുണ്ട്, മറക്കരുത്. അടുത്ത് സ്ക്വയറിന് എത്ര കോണുണ്ടടാ? 1 2 3 4 അല്ലേ? സ്ക്വയറിന് എത്ര കോണുണ്ട്? 4 കോണുണ്ട്. ഇനി ബാക്കിയുള്ളതിൻ്റെ ഒക്കെ കോണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? യെസ്, ഓക്കേടാ, ഓക്കെ. ഒരു ക്യൂബ് നിർമ്മിക്കാൻ ഏത് ആകൃതിയാണ് ഉപയോഗിക്കുന്നത്? വിച്ച് ഷേപ്പ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ ക്യൂബ്? ഒരു ക്യൂബ് നിർമ്മിക്കാൻ നമ്മൾ ഏത് ആകൃതിയാണടാ ഉപയോഗിക്കുന്നത്? ഏത് ആകൃതിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്താണ്? സമചതുരമല്ലേ? ഇവിടെ നോക്കണം, അതല്ലേ ക്യൂബ്, ചതുരക്കട്ട. ഇതിൽ നോക്ക്, ഇതൊരു സൈഡ് അല്ലേ, ഒരു സൈഡ്. ഇത് നിങ്ങൾ റുബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലടാ? റുബിക്സ് ക്യൂബ്, അതാണ് ഒരു ചതുരക്കട്ട. അതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമല്ലേ അല്ലേ? അപ്പോൾ ഓരോ സമചതുരം വെച്ചിട്ട്, സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെടാ? ക്യൂബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താ സാറ് മനസ്സിലായില്ലല്ലോ? സാറ് മനസ്സിലാക്കി തരാലോ. റുബിക്സ് ക്യൂബ് അല്ലേടാ? റുബിക്സ് ക്യൂബ് അല്ലേ? യെസ്, റുബിക്സ് ക്യൂബ് സാറ് കാട്ടിത്തരാം കേട്ടോ. യെസ്, റുബിക്സ് ക്യൂബ് ആണ് കേട്ടോ. യെസ്, റുബിക്സ് ക്യൂബ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മക്കളെ. റുബിക്സ് ക്യൂബ് കേട്ടോ. അപ്പം സാറ് കാട്ടിത്തരാം, നോക്കിക്കോടാ. യെസ്, റുബിക്സ് ക്യൂബ് കേട്ടോ. റുബിക്സ് ക്യൂബ് അല്ലെങ്കിൽ സാറ് വരച്ച് തരാം. എന്താ റുബിക്സ് ക്യൂബ് സാറേ? നിങ്ങൾ വരക്കാനായിട്ട് നിങ്ങളെ എന്താ പറയുക, കളിക്കാൻ വേണ്ടിക്ക് യൂസ് ചെയ്യില്ലടാ. ഇതാ നോക്കി കേട്ടോ, റുബിക്സ് ക്യൂബ് ഇങ്ങനെയുള്ളൊരു ക്യൂബാണ്. ഇതാ ക്യൂബ് നോക്കിക്കോട്ടതാ, ഇത് കണ്ടോ? ഇങ്ങനെ നമ്മൾ ക്യൂബിൻ്റെ പടം വരയ്ക്കും അല്ലേ? യെസ്, ഇതിനെയാണ് നമ്മൾ ക്യൂബ് എന്ന് പറയാം. നോക്കിക്കോ, ക്യൂബിൻ്റെ പ്രത്യേകത എന്താ? ഒരു കട്ടയില്ലേ, അത് ക്യൂബല്ലേ? ക്യൂബിൻ്റെ പ്രത്യേകത എന്താടാ? അതിൻ്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കും? സമചതുരം കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവുക കേട്ടോ. ക്യൂബ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവുക. അടുത്ത ഭൂമിയുടെ ആകൃതി. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എർത്ത്? സാർ ഓൾറെഡി പറഞ്ഞു. എന്താണ് ഭൂമിയുടെ ആകൃതി? എന്താണ് എർത്തിന്റെ ആകൃതി എന്ന് പറയുന്നത്? എന്താടാ? സ്ഫിയർ അല്ലേ? സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളാകൃതി. ശരിയല്ലേടാ? യെസ്. അടുത്ത് നോക്കടാ. 4 തുല്യ കോണുകൾ യോജിപ്പിച്ചാൽ എന്ത് ആകൃതിയാണ് ഉണ്ടാവുന്നത്? വാട്ട് ഷേപ്പ് ഈസ് ഫോംഡ് ബൈ ജോയിനിങ് 4 ഈക്വൽ സ്റ്റിക്സ്? 4 തുല്യ കോലുകളാണ് കേട്ടോ. കോല്. 4 തുല്യ കോല് യോജിപ്പിച്ച് എന്താ കിട്ടുക? ഒരു കോലിങ്ങനെ, ഒരു കോലിങ്ങനെ. യെസ്. അപ്പൊ ഇങ്ങനെ കോലുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക അറിയോടാ? കോലുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? സമചതുരം അല്ലേ കിട്ടുക? 4 തുല്യ കോണുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? സമചതുരം കിട്ടും. അടുത്തത്, ഒരു നാണയത്തിന്റെ ആകൃതി എന്താ? സാറ് പറഞ്ഞു. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എ കോയിൻ? വൃത്തമല്ലേടാ? വൃത്തം. സർക്കിൾ അല്ലേ? സാർ ഓൾറെഡി പറഞ്ഞു. ഭൂമിയുടെ ആകൃതി എന്താ? എർത്തിന്റെ ആകൃതി എന്താ? അത് സ്ഫിയർ, ഗോളാകൃതി. എന്നാൽ ഒരു നാണയത്തിന്റെയോ കോയിന്റെയോ അത് വൃത്തം, സർക്കിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. അടുത്തത്, യെസ്. അടുത്ത് നോക്കടാ. ഒരു വളഞ്ഞ മുഖവും ഒരു പരന്ന വൃത്താകൃതിയിലുള്ള മുഖവുമുള്ള ഒരു ആകൃതിയുടെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ഷേപ്പ് വിത്ത് 1 കർവ്ഡ് ഫേസ് ആൻഡ് 1 ഫ്ലാറ്റ് സർക്കുലർ ഫേസ്? അത് സാറ് ഹോംവർക്ക് തരികയാണ് കേട്ടോ. അത് ഏതാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. കോണിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ മക്കളെ. ഇയാളെ പറ്റി, കോണിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കാം. നോക്കടാ, നേരായ വശങ്ങൾ മാത്രമുള്ള ആകൃതി ഏതാണ്? ത്രികോണം, വൃത്തം, ഗോളം. നേരായ വശങ്ങൾ മാത്രം, അതായത് വിച്ച് ഷേപ്പ് ഹാസ് ഓൺലി സ്ട്രൈറ്റ് ആയിട്ടുള്ള സൈഡ് ഉള്ളതും ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. ട്രയാങ്കിള്, സർക്കിള്, സ്ഫിയർ. നേരായ വശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താടാ? നേരെ നിൽക്കുന്നത്, ഓൺലി സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷേപ്പുകൾ ഏതാണ് എന്നാണ് ചോദ്യം. സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ത്രികോണമാണോ, വൃത്തമാണോ, ഗോളമാണോ? ഏതാണ് നേരായ വശങ്ങൾ മാത്രമുള്ള, ഓൺലി സ്ട്രൈറ്റ് സൈഡ് നേരായ വശങ്ങളുള്ളത് ആർക്കാണ്? ഇയാൾക്കല്ലേ? യെസ്. ആർക്കാടാ? സ്ഫിയറിനല്ലേടാ? നേരായ വശങ്ങൾ മാത്രമുള്ള ആകൃതി ഏതാടാ? സ്ഫിയർ ആണ്, ഗോളമാണ്. 3 കോൺ മാത്രമുള്ള ആകൃതി ഏതാ? 3 കോൺ. വിച്ച് ഈസ് ദ ഷേപ്പ് ദാറ്റ് ഹാസ് ഓൺലി 3 കോർണേഴ്സ്?
ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ സ്വന്തം ത്രികോണമല്ലേടാ, ത്രികോണമല്ലേ. ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്, 3 സൈഡ് ഉണ്ട്, 3 കോണുണ്ട്, 3 ആംഗിളുകളുണ്ട്, 3 കോൺസ് ഉണ്ട്, ശരിയല്ലേടാ. ഒരു ക്യൂബിന്റെ ആകെ മുഖങ്ങളുടെ എണ്ണം എത്ര? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് എ ഫേസ് ഓഫ് എ ക്യൂബ്? ഒരു ക്യൂബ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോടാ, അതിന് എത്ര ഫേസ് ഉണ്ട്, എത്ര മുഖങ്ങളുണ്ട് നോക്കടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മുഖങ്ങളുണ്ട് ആലോചിച്ച് നോക്കി, ഒന്ന് എണ്ണി നോക്ക്. ഒന്ന് മുകളിൽ, താഴെ, പിന്നെ അതിൻ്റെ 4 സൈഡില്ലേ, 4 സൈഡ്, 1 2 3 4 സൈഡ് ഉണ്ട്, മുകളിലും താഴെയുണ്ട് അല്ലേടാ, മുകളിലും താഴെയുണ്ട്. എത്ര ഫേസ് ഉണ്ടാവും? എത്ര ഫേസ് ഉണ്ടാവും? 6 ഫേസ് അല്ലേടാ ഉണ്ടാവാ. 1 2 3 4 5 6. നിങ്ങൾ ഏതെങ്കിലും ഒരു തീപ്പെട്ടി എടുത്തോ, തീപ്പെട്ടി, ഒരു ക്യൂബ് തീപ്പെട്ടി അല്ല, പക്ഷെ എന്നാലും ഒരു പെട്ടി പോലെയല്ലേ, അതിന് എത്ര? അത് ഒന്ന് എണ്ണി നോക്ക്. താഴെയും മുകളിലും ഒരു ഫേസ് ഉണ്ട്, മുഖമുണ്ട് അല്ലേ. പിന്നെ സൈഡിലും എത്ര മുഖമുണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 2 6 എണ്ണം. ഒരു തീപ്പെട്ടി നോക്കിയാൽ മതി കേട്ടോ. അടുത്ത് നോക്കടാ, എല്ലാ വശങ്ങളും തുല്യമല്ലാത്തതും എന്നാൽ വിപരീത വശങ്ങൾ തുല്യവുമായ ആകൃതി ഏതാണ്? എന്താ നോക്കടാ, എല്ലാ വശങ്ങളും തുല്യമല്ല. ഓൾ സൈഡ്സ് എന്താണ്? നോട്ട് ഓൾ സൈഡ്സ് ഈക്വൽ. എല്ലാ സൈഡും എന്തല്ലടാ, ഈക്വൽ അല്ല. എല്ലാ വശങ്ങളും തുല്യമല്ല. എല്ലാ വശങ്ങളും തുല്യമായിരുന്നെങ്കിൽ അത് എന്താവുമായിരുന്നുടാ? സമചതുരമാവുമായിരുന്നു, സ്ക്വയർ ആവുമായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാ വശങ്ങളും തുല്യമല്ല. പക്ഷെ ഒരു ഹിന്റ് തന്നിട്ടുണ്ട് മക്കളെ, വിപരീത വശങ്ങൾ തുല്യമാണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ആരായിരിക്കടാ? അത് ചതുരം അല്ലേടാ, ചതുരം അല്ലേ. ചതുരത്തിന്റെ പ്രത്യേകത എന്താടാ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലേ, നീളവും ഈക്വൽ ആണ്, വീതിയും ഈക്വൽ ആണ് അല്ലേ, ലെങ്ത്തും ഈക്വൽ ആണ്, ബ്രെഡ്ത്തും ഈക്വൽ ആണ്, ശരിയല്ലേടാ. അപ്പൊ ഇതാരാണ്? ചതുരം, റെക്ടാങ്കിൾ അല്ലേ, ചതുരം റെക്ടാങ്കിൾ അല്ലേടാ. യെസ്. ഐസ്ക്രീം കോണിന്റെ ആകൃതി എന്താ? വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ഐസ്ക്രീം കോൺ? വൃത്തസ്തൂപിക അല്ലെ, വൃത്തസ്തൂപിക. ഒരു ക്യൂബിൽ എത്ര ചതുരങ്ങളുണ്ട്? ഒരു ക്യൂബിൽ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ എ ക്യൂബ്? അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഒരു ഫുട്ബോളിന്റെ ആകൃതി എന്താണ്? വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് എ ഫുട്ബോൾ? അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ബോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് സ്ഫിയർ ആണ്, ഗോളമാണ്. യെസ്. ഇത് പസിലാണ്, നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കാട്ടോ. മക്കളെ. യെസ്. അടുത്ത് നോക്കടാ, എനിക്ക് 3 വശങ്ങൾ മാത്രമേ ഉള്ളൂ. മുന്നറിയിപ്പ് അടയാളങ്ങളിൽ നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ ആരാണ്? വളരെ സിമ്പിൾ അല്ലേ. ഐ ഹാവ് ഓൺലി 3 സൈഡ്. 3 സൈഡുള്ള ആരെയാണ് നമ്മൾ പഠിച്ചടാ? 3 സൈഡ്, 3 സൈഡും 3 കോണുള്ള നമ്മൾ ആകെ ഒരാളെ പഠിച്ചിട്ടുള്ളൂ. ദാറ്റ്സ് അവർ ട്രയാങ്കിൾ. അത് നമ്മുടെ ആരാടാ? ത്രികോണമല്ലേ. യെസ് അല്ലേടാ. 3 സൈഡ് 3 കോണ്, 3 സൈഡ് 3 കോണ്, 3 വശം 3 കോണ്. ആരാണ്? യെസ്, ത്രികോണം. സാർ ഒന്നുകൂടെ പറയുന്നുണ്ട് എന്താടാ? സമചതുരമാണെങ്കിൽ എല്ലാ വശങ്ങളും തുല്യം. ഓക്കെ അല്ലേ? എല്ലാ വശങ്ങളും തുല്യം. സമചതുരമാണെങ്കിൽ എല്ലാ വശങ്ങളും തുല്യം. ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ശരിയല്ലേ? യെസ്. ചതുരമാണെങ്കിലോ എല്ലാ വശങ്ങളും തുല്യമല്ല. ഓൾ സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. നീളവും 2 നീളം ഉണ്ടാവും, 2 വീതി ഉണ്ടാവും, ശരിയല്ലേടാ? യെസ്. 2 നീളം ഉണ്ടാവും, 2 വീതി ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? വിപരീത അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എതിർ ദിശയിൽ നിൽക്കുന്ന അളവുകൾ തുല്യമായിരിക്കും, ശരിയല്ലേടാ? ഒരു ചതുരത്തിന്റെ നീളവും തുല്യമല്ലേ? അപ്പുറം വിപരീത ദിശയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. വിപരീത വശങ്ങൾ അല്ലെങ്കിൽ എതിർവശങ്ങൾ തുല്യമായിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ചതുരത്തിന് റെക്ടാങ്കിളിന്. ഇനി ത്രികോണമാണെങ്കിലോ, ത്രികോണത്തിന് 3 സൈഡ് 3 വശം 3 സൈഡ് 3 വശം 3 കോണ്. അപ്പോൾ ഓക്കെ ബഡീസ്, ഇത് മാത്രം പഠിച്ചിട്ട് പോയിട്ട് കിട്ടില്ലമായിട്ട് എക്സാം എഴുതിക്കോട്ടോ. താങ്ക് യു, ബൈ.